പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന കൃപയുടെ സമയമാണിത്. ജോയേൽ പ്രവചനം 2-ാം അധ്യായം 24-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു. ജോയേൽ പ്രവചനം 2:24. നമ്മൾ വചനം ശ്രവിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. കർത്താവ് തൻ്റെ വചനമയച്ച് അനേകരെ അഭിഷേകം ചെയ്യുന്ന സമയം, വചനമയച്ച് അനേകരെ സുഖപ്പെടുത്തുന്ന സമയം, കർത്താവ് തൻ്റെ വചനമയച്ച് അനേകരെ വിശുദ്ധീകരിക്കുന്ന, വിമോചിപ്പിക്കുന്ന സമയം, അനുഗ്രഹിക്കുന്ന സമയം. നമ്മൾ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സത്യവചനത്തിന് മുൻപിലായിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. എന്താണ് ദൈവത്തിന് തിരുവചനം പറയുന്നത്? മെതിക്കളങ്ങളിൽ ധാന്യം നിറയും, മെതിക്കളങ്ങളിൽ ധാന്യം നിറയും, ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും. എൻ്റെ സഹോദരങ്ങളെ, ഇതൊരു പ്രവചന വചനമാണ്. ഈ കാലഘട്ടത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് തരുന്ന ആത്മാവിൻ്റെ പ്രവചന വചനമാണ് ജോയേൽ പ്രവചനം 2:24 നമ്മൾ കേട്ടത്. മെതിക്കളങ്ങളിൽ ധാന്യം നിറയും എന്ന് പറഞ്ഞാൽ ഈ തലമുറയെ കർത്താവിനായി നേടുവാൻ ആവശ്യമായ വചനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പകർന്നു നൽകും. മെതിക്കളങ്ങൾ നമ്മുടെ ജീവിതങ്ങളാണ്. ധാന്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ നിർമ്മലമായ വചനങ്ങളാണ്, സത്യത്തിൻ്റെ വചനങ്ങളാണ്. ഈ തലമുറയെ കർത്താവിനായി വീണ്ടെടുക്കുവാൻ, ഈ തലമുറയെ യേശുക്രിസ്തുവിൻ്റെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ, ഈ തലമുറയെ കർത്താവിനായി വിശുദ്ധീകരിക്കുവാൻ, ഈ കാലഘട്ടത്തെ കർത്താവിനായി നേടുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ സമാധാനം കൊണ്ടുവരുവാൻ, നമ്മുടെ തലമുറകൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളും യുവജനങ്ങളും സുവിശേഷത്തിൻ്റെ തീനാവുകളായി മാറുവാൻ ആവശ്യമായ വചനങ്ങൾ നൽകി പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കുന്ന ശക്തമായ ദൈവ പ്രവൃത്തിയാണ് ഈ വചനത്തിലൂടെ വെളിപ്പെടുന്നത്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിൻ്റെ വചനത്താൽ പരിശുദ്ധാത്മ നമ്മൾ അഭിഷേകം ചെയ്യുന്ന മനോഹരമായ ആത്മാവിൻ്റെ പ്രവർത്തനം. ഓരോ ജീവിതത്തിന് ആവശ്യമായ വചനങ്ങൾ പരിശുദ്ധാത്മാവ് നൽകും. ഈ തലമുറയെ കർത്താവിനായി ഉണർത്തുവാനുള്ള വചനങ്ങൾ പരിശുദ്ധാത്മാവ് നൽകും. ഈ കാലഘട്ടത്തെ വിശുദ്ധീകരിക്കുവാനും നിത്യജീവനായി നേടുവാനും ആവശ്യമായ വചനങ്ങൾ പരിശുദ്ധാത്മാവ് തരും. രണ്ടാമത് പറയാണ്, ചക്കുകളിൽ എണ്ണയും വീഞ്ഞും കവിഞ്ഞൊഴുകും. എണ്ണയും വീഞ്ഞും എന്ന് പറയുന്നത് ആത്മാവിൻ്റെ അഭിഷേകമാണ്, ആത്മാവിൻ്റെ അഭിഷേകമാണ്. ഈ കാലഘട്ടത്തെ, ഈ തലമുറയെ കർത്താവിനായി നേടുവാൻ ആവശ്യമായ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പകരും. ദൈവവചനത്തിനു വേണ്ടി നിലകൊള്ളുവാൻ പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നിനക്കൊരു തീരുമാനമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് ഈ കാലഘട്ടത്തിന് ആവശ്യമായ ഈ തലമുറയെ വീണ്ടെടുക്കുവാനും വിമോചിപ്പിക്കുവാനും ഇവാഞ്ചലൈസ് ചെയ്യാനും ആവശ്യമായ വചനങ്ങൾ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് പകർന്നു നൽകും. ഹല്ലേലൂയ. അതിനാവശ്യമായ അഭിഷേകം നിന്റെ മേൽ ആത്മാവ് പകരും, നിന്റെ കുടുംബത്തിലേക്ക് പകരപ്പെടും, നിന്റെ തലമുറകളിലേക്ക് പകരപ്പെടും. അഭിഷേക പകർച്ചയാൽ, ആത്മപകർച്ചയാൽ ആയിരങ്ങളെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുന്ന കൃപയുടെ സമയമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 7-ാം വചനത്തിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഹഗ്ഗായി പ്രവചനം 2:7 എന്താണ് വചനം പറയുന്നത്? ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും, ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. ഇത് ഭൂകമ്പമാണോ? ഇത് ഭൂമി കുലുക്കമാണോ? അല്ല സഹോദരങ്ങളെ, എല്ലാ ജനപദങ്ങളിലേക്കും ശക്തമായ ഒരു ആത്മപകർച്ചയുണ്ടാകും. ജനപദങ്ങളെ, ദേശദേശാന്തരങ്ങളെ, രാജ്യങ്ങളെ കർത്താവ് തൻ്റെ അഭിഷേക ശക്തിയാൽ കുലുക്കുന്ന, ഉണർത്തുന്ന ഒരു കൃപയുടെ സമയത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. എങ്ങനെ കുലുക്കും? ആത്മാവിന്റെ അഭിഷേകത്താൽ.
ആത്മാവിൻ്റെ ശക്തിയാ ഞാൻ ജനപദങ്ങളെ ഉണർത്തും, ദേശദേശാന്തരങ്ങളെ ഞാൻ നവീകരിക്കും, രാജ്യങ്ങളെ ഞാൻ സുവിശേഷവൽക്കരിക്കും, ഭൂഖണ്ഡങ്ങളെ ഞാൻ രൂപാന്തരപ്പെടുത്തും. ഇത് കർത്താവിന്റെ വാഗ്ദത്തമാണ്. ഈ അഭിഷേകം കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കുടുംബമായി ഈ അഭിഷേകം സ്വീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ തലമുറകളിലേക്ക് ഈ അഭിഷേകം ഒഴുകപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, ഈ ഒരു പ്രാർത്ഥനയോടെ വേണം നിങ്ങൾ ദൈവസന്നിധിയിൽ ആയിരിക്കുവാനായിട്ട്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഇന്ന് ഈ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്, എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകത്തിൻ്റെ ഭൗതികമായ ഏത് ആവശ്യം, നമുക്ക് ജീവിക്കാൻ പണം വേണം, നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടാകണം, നമുക്ക് ജോലി വേണം, ബിസിനസ് വേണം, നമുക്ക് പഠനം വേണം, വിദ്യാഭ്യാസം വേണം, ആരോഗ്യം വേണം. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഈ കാലഘട്ടത്തിന്, ഈ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പണമല്ല. ഈ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് വിദ്യാഭ്യാസമല്ല. വിദ്യാഭ്യാസം വേണം. ഈ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ലോകത്തിൻ്റെ സൗകര്യങ്ങളും സാധ്യതകളും മാത്രമല്ല. ഇന്ന് ഈ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് കർത്താവിൻ്റെ സത്യവചനമാണ്, കർത്താവിൻ്റെ നിർമ്മലമായ വചനമാണ് ഇന്ന് ഈ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരുവെഴുത്ത് വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായത്തിലോട്ട് നിങ്ങൾ വരിക. ദ ബുക്ക് ഓഫ് ആക്ട്സ്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായത്തിൽ പരിശുദ്ധ വചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. 8-ാം അധ്യായം, അവിടെ 5-ാമത്തെ തിരുവചനം, 8:5 എന്താ വചനം പറയുന്നത്? പീലിപ്പോസ് ആദിമ സഭയിലെ ഒരു വലിയ സുവിശേഷ പ്രഘോഷകനായിരുന്നു. പീലിപ്പോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന്റെ വചനം ശക്തിയോടെ ദൈവജനത്തിന്റെ മധ്യേ പ്രഘോഷിച്ചവൻ. പീലിപ്പോസ് സമരിയായിലെ ഒരു പട്ടണത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. അവൻ യേശുവിനെ പ്രഘോഷിച്ചു, കർത്താവിന്റെ വചനം പ്രഘോഷിച്ചു. എൻ്റെ സഹോദരങ്ങളെ, എന്തിനാണ് ഈ ബൈബിൾ കൺവെൻഷൻ? ഈ 35-ാമത് കാരിസ് ഭവൻ, ഈ ബൈബിൾ കൺവെൻഷൻ എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഒരുക്കി തന്നിരിക്കുന്നത്? നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുവാനാണ്. കർത്താവിന്റെ സത്യവചനം കേട്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുവാനാണ്. നമ്മൾ കർത്താവിന്റെ വചനം കേട്ട് നിത്യജീവൻ സ്വന്തമാക്കുവാനാണ്. കർത്താവിന്റെ വചനം കേട്ട് നമ്മൾ കുടുംബമായി കർത്താവിന്റെ സാക്ഷികളായി മാറുവാനാണ് ഈ കൺവെൻഷൻ നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ബോധ്യമുള്ളവരെ ഒരു ഹല്ലേലൂയ പറഞ്ഞ കർത്താവിന് മഹത്വം കൊടുത്ത്. ഹല്ലേലൂയ. ഫിലിപ്പോസ് സമരിയ പട്ടണത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. ആരെ പ്രഘോഷിച്ചു? ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. കർത്താവിന്റെ വചനം കൊടുക്കുകയാണ്, ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഈ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് കർത്താവിന്റെ വചനമാണ്. കർത്താവിന്റെ നിർമ്മലമായ വചനമാണ് ഇന്ന് ഈ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യം. നമുക്കറിയാം, ഒരു ഭാഗത്ത് പാപമ്ലേച്ഛതകൾ വർദ്ധിക്കുന്നു, മറുഭാഗത്ത് വിശ്വാസ രാഹിത്യം സംഭവിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഉഗ്രമായ ക്രൈസ്തവ മതപീഡനങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങൾ നടമാടുന്നു, വേറൊരു വശത്ത് എൻ്റെ സഹോദരങ്ങളെ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു, കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സകലയിടങ്ങളിലും നാശങ്ങളും ഭീതിയും അസ്വസ്ഥതകളും. ഈ പ്രതിസന്ധിക്കുള്ള ഏക ഉത്തരം എന്ന് പറയുന്നത് കർത്താവിന്റെ സുവിശേഷമാണ്. കർത്താവിന്റെ വചനത്തിന് മാത്രമാണ് ഈ തലമുറയെ രൂപാന്തരപ്പെടുത്തുവാനും മാനസാന്തരപ്പെടുത്തുവാനും വീണ്ടെടുക്കുവാനുമായി സാധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഈ തലമുറയ്ക്ക് കൊടുക്കേണ്ടത് കർത്താവിന്റെ വിദ്യാഭ്യാസം കൊടുക്കണം, അറിവ് കൊടുക്കണം. ലോകത്തിന്റെ സാധ്യതകൾ ഈ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കണം. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ഈ തലമുറയ്ക്ക് കൊടുക്കേണ്ടത് കർത്താവിന്റെ സത്യവചനമാണ്.
ആമേൻ ആമേൻ. യെസ് യെസ്, കർത്താവിന്റെ നിർമ്മലമായ വചനം. ഇന്ന് അനേക യുവജനങ്ങൾ നിലവിളിക്കുന്നു, ഇന്ന് അനേകം കുടുംബങ്ങൾ നിലവിളിക്കുന്നു, ഇന്ന് അനേകം ജീവിതങ്ങൾ നിലവിളിക്കുന്നു. ഈ തലമുറയുടെ നിലവിളി എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 21-ാം വചനത്തിൽ ഈ തലമുറയുടെ നിലവിളി നമുക്ക് കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 12:21 എന്താണ് വചനം പറയുന്നത്? ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്. എന്താ വചനം പറയുന്നത്? പ്രഭോ, പ്രഭോ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ജെറുസലേം തിരുനാളിന് വന്ന ഗ്രീക്കുകാര് ഫിലിപ്പോസിന് അരികിൽ ചെന്നുകൊണ്ട് പറയാണ്, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് വചനം ഉച്ചത്തിലേറ്റ് പറഞ്ഞ്, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഉച്ചത്തിൽ വചനം പ്രഖ്യാപിച്ച്, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്തിനാ ഈ കൺവെൻഷന് വന്നിരിക്കുന്നത്? ഈ കൺവെൻഷൻ എന്തിനാ വന്നിരിക്കുന്നത്? ഒരു നേരം പോക്കിന് വേണ്ടിയാണോ? ഒരു തമാശയ്ക്കാണോ? എന്തെങ്കിലും കാര്യ സാധ്യതയ്ക്ക് വേണ്ടി മാത്രമാണോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. എൻ്റെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഈ കൺവെൻഷന് വന്നിരിക്കുന്നത് നിങ്ങൾ ആ ക്രൂശിലേക്ക് നോക്കി കർത്താവായ യേശുവിനെ കാണുവാനും അവനെ അനുഭവിക്കുവാനും അവനെ സ്വന്തമാക്കുവാനുമാണ് ഈ കൺവെൻഷനായി വന്നിരിക്കുന്നത്. ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് അനേകം കുടുംബങ്ങൾ നിലവിളിക്കുന്നു. കുടുംബങ്ങൾ എന്തിനു വേണ്ടി നിലവിളിക്കുന്നത്? ശരിയാ, കുടുംബങ്ങളിൽ സാമ്പത്തിക തകർച്ചകളുണ്ട്, കുടുംബങ്ങളിൽ കലഹങ്ങളുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്, കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുണ്ട്, കുടുംബങ്ങളിൽ സ്നേഹരാഹിത്യമുണ്ട്, കുടുംബങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, രോഗപീഠകളുണ്ട്, മദ്യപാനമുണ്ട്, പല അസ്വസ്ഥതകളുമുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഈ കുടുംബങ്ങളെല്ലാം യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടി നിലവിളിക്കുന്നത്? ഞങ്ങൾക്ക് യേശുവിനെ കാണിച്ചു താ, ഞങ്ങൾക്ക് യേശുവിന്റെ വചനം താ, ഞങ്ങൾ നിത്യരക്ഷ സ്വന്തമാക്കട്ടെ, ഞങ്ങൾക്ക് യേശുവിനെ കാണിച്ചു താ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, കർത്താവ് യേശുവിന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ പറ്റൂ. പറഞ്ഞേ, വേറെ ആർക്കും സാധിക്കില്ല, വേറെ ആർക്കും സാധിക്കില്ല. സംശയമുണ്ടോ? വേറെ ആർക്കും സാധിക്കില്ല. ഈ ലോകത്തിലെ എത്ര ഉന്നതനായ വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല, നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റില്ല. നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, കണ്ണുനീരിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന്, പ്രിയ ദൈവത്തിന്റെ പൈതലെ, നിന്നെ വീണ്ടെടുക്കുവാൻ ഒരുവന് മാത്രമേ കഴിയൂ. അവന്റെ പേരത്രേ കർത്താവ് യേശു ക്രിസ്തു. അവൻ ഇവിടെയുണ്ട്. അവന്റെ വചനമാണ് നീ കേട്ടുകൊണ്ടിരിക്കുന്നത്. നീ അവന്റെ മുൻപിലായിരിക്കുന്നത്. അവനാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവനാണ് ഈ അൾത്താരയിൽ നിന്ന് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വചനം പറയുന്നത് ഹെബ്രായ പുസ്തകം 7-ാം അധ്യായം 25-ാമത്തെ വചനം. ഹെബ്രായ പുസ്തകം 7:25 നാം എന്താ കാണുന്നത്? തിരുവചനം പറയുന്നു, തന്നിലൂടെ കർത്താവായ യേശുവിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായും രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തിക തകർച്ചകളിൽ നിന്ന് പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ പരാജയങ്ങളിൽ നിന്ന് നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. യേശുവിന്റെ കഴിവുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന മാനസിക ശാരീരികമായ രോഗപീഠകളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന്, കൊടിയ സഹനങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിലും ദുഃഖങ്ങളിൽ നിന്ന് നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാൻ ആർക്കു മാത്രമേ കഴിയൂ? കർത്താവ് യേശുവിന് മാത്രമേ കഴിയൂ. അവന്റെ വചനത്തിന് മാത്രമേ കഴിയൂ. അവന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരിസ് ഭവനെ ഓർക്കുമ്പോൾ. ഇവിടെയുള്ള ഈ ധ്യാനങ്ങൾ മാത്രമല്ല, ഓൺലൈനിലൂടെ ഒരുപാട് ശുശ്രൂഷകൾ ഞാൻ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ പലരും എന്നോട് പങ്കുവെക്കാറുണ്ട്. കാരിസ് ഭവനിൽ നടക്കുന്ന ശുശ്രൂഷകളെക്കുറിച്ച്, പരിശുദ്ധ കുർബാനയുടെ ലൈവുകൾ, ധ്യാനങ്ങൾ, പല കൺവെൻഷനുകൾ, ഏകദിന ശുശ്രൂഷകൾ,
ആയിരങ്ങൾ പതിനായിരങ്ങളാണ് ലോകത്തിന് വിവിധ ദേശങ്ങളിലും രാജ്യങ്ങളിലുമായിരുന്നു കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വചനം കൊടുക്കുക, വചനം കൊടുക്കുക, വചനം കൊടുക്കുക. ഈ തലമുറയ്ക്ക് എന്താണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്? കർത്താവിൻ്റെ വചനമാണ്. അവൻ സമരിയായിലെ പട്ടണത്തിൽ ചെന്ന് ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. ആരെ പ്രഘോഷിച്ചു? ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. അവൻ കർത്താവിൻ്റെ വചനം പറഞ്ഞു. അതെ സിസ്റ്റർ, വചനത്തിന് മാത്രമേ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ പറ്റൂ. വചനത്തിന് മാത്രമേ നമുക്ക് നിത്യരക്ഷ നൽകാൻ പറ്റൂ. വചനത്തിന് മാത്രമാണ് നമ്മെ കൃപയിലേക്ക് നയിക്കുവാൻ കഴിയൂ. ദൈവത്തിന്റെ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തലമുറ വചനം കേൾക്കണമെങ്കിൽ എന്തു വേണം? വചനം കൊടുക്കാൻ ആൾക്കാരുണ്ടാവണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ തലമുറ കർത്താവിനെ കണ്ടുമുട്ടണമെങ്കിൽ എന്തു വേണം? കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിനെ പ്രഘോഷിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അനേകായിരങ്ങള് ഈ തലമുറയിൽ കൃപയോടെ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. അനേകം ചെറുപ്പക്കാർ മുന്നോട്ട് വരണം, അനേകം കുടുംബങ്ങൾ മുന്നോട്ട് വരണം, അനേകം സമർപ്പിതരെ മുന്നോട്ട് വരണം. എന്തിനു വേണ്ടി? ഈ തലമുറയ്ക്ക് കർത്താവിനെ കൊടുക്കുവാൻ, കർത്താവിന്റെ വചനം കൊടുക്കുവാൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഓർക്ക് പലപ്പോഴും നിങ്ങളുമായി പങ്കുവെച്ചിട്ടുള്ളതാണ്. എൻ്റെ 9ാം ക്ലാസ്സിൽ എനിക്ക് 14 വയസ്സ് പ്രായമുള്ള സമയത്താണ് ദൈവത്തിൻ്റെ വചനം കേട്ട് ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടിയത്. എൻ്റെ സഹോദരങ്ങളെ, വർഷങ്ങൾ ഒത്തിരി പിന്നിട്ടു. 33 വർഷം കഴിഞ്ഞു. ഞാൻ കർത്താവിനോട് നന്ദിയുള്ളവനാ. ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, കർത്താവ് കരം പിടിച്ചു. കുറവുകളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും കർത്താവിൻ്റെ കൃപയിൽ നിന്ന്, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിന്ന് പിന്മാറി പോകുവാൻ ഇന്നോളം എൻ്റെ കർത്താവ് അനുവദിച്ചിട്ടില്ല. വചനം കൊടുക്കുവാൻ നിനക്കൊരു തീരുമാനമുണ്ടോ? നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. കുടുംബമായി കർത്താവിന്റെ വചനം കൊടുക്കുവാൻ നിനക്ക് തീരുമാനമുണ്ടോ? നിന്റെ കുടുംബത്തിന് മേലുള്ള സകല കെട്ടുകളെയും പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു കളയും. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, നിന്റെ തലമുറയെ അനുഗ്രഹിക്കും, നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, നിന്റെ ജീവിത ഭാരങ്ങൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. നിനക്കൊരു തീരുമാനം ഉണ്ടാകണം. എന്താ തീരുമാനം? എന്താ തീരുമാനം? കുടുംബമായി കർത്താവിന് സാക്ഷ്യം നൽകും. 2 വർഷക്കാലം നിരന്തരമായി പൗലോസ്ലീഹ കർത്താവിന്റെ വചനം കൊടുക്കുക. എന്താ തിരുവചനം പഠിപ്പിക്കുന്നത്? ഏഷ്യയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ദൈവത്തിന്റെ വചനം കേട്ടു. അവർ കർത്താവിനെ കണ്ടുമുട്ടി. കൂട്ടമായി മാനസാന്തരപ്പെടാൻ തുടങ്ങി. അനേകർ യേശുവിനെ ഏകരക്ഷകനായി സ്വീകരിച്ചു. സംഭവിച്ചെന്തെന്ന് അറിഞ്ഞു? അപ്പോസ്തല പ്രവർത്തനം 19 നിങ്ങൾ വരുമ്പോൾ അവിടെ ദൈവത്തിന് വചനം പറയുക. 19ാം അധ്യായം അവിടെ 18ാമത്തെ വാക്യം വായിച്ച് 19:18. കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും, അനേകരെ വിശ്വാസം സ്വീകരിച്ചു. ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ അവിശ്വാസം മാറി, നിരീശ്വരത്വം മാറി, ലൗകിക ചിന്തകള്, ഭൗതികവാദങ്ങള് എല്ലാം വിട്ടൊഴിഞ്ഞു പോയി. ഞാനൊരു കാര്യം ആത്മാവിൽ പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം, ഈ വചനം മുഴുവൻ തീയാണ്. പരിശുദ്ധ വചനം പറയുന്നുണ്ട്, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. ആരെല്ലാം ഈ വചനത്തിൽ വിശ്വസിക്കുന്നുവോ അവരെ രക്ഷിക്കുവാനുള്ള അത്ഭുത ശക്തി കർത്താവിൻ്റെ വചനത്തിനുണ്ട്. വചനം 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 വചനം. ഹല്ലേലൂയ. നിന്നെ രക്ഷിക്കുവാൻ കർത്താവിന്റെ വചനത്തിന് കഴിയും. വചനത്തിന് മാത്രമേ കഴിയൂ. കാരണം വചനം യേശുവാണ്, വചനം പരിശുദ്ധാത്മാവാണ്. The book of Revelation, വെളിപാട് പുസ്തകം. നിങ്ങൾ വെളിപാട് പുസ്തകത്തിലേക്ക് വരിക എൻ്റെ സഹോദരങ്ങളെ. വെളിപാട് പുസ്തകം 19ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ജീവനുള്ള വചനം പറയുന്നു. 19ാം അധ്യായം എന്താ പറയുന്നത്? ആ വചനം നിങ്ങളിന്ന് വായിച്ച് 19ാം അധ്യായം അവിടെ 12ഉം 13ഉം തിരുവചനങ്ങൾ സ്വരമുയർത്തി വായിക്കുക. എല്ലാവരും വചനം കേൾക്കുക. എന്താ പറയുന്നത്? അവന്റെ മിഴികൾ തീനാളം പോലെ. ആരാണ് ഈ അവൻ? കർത്താവായ യേശുവാണ്. അവൻ രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമാണ്. അവന്റെ മിഴികൾ
തീനാളം പോലെയാണ്. അവന്റെ ശിരസിൽ, കർത്താവിന്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ. അവന് ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട്. എന്താണ് ആ നാമം? ആ പേരെന്താണ്? എന്താണ് ആലേഖനം ചെയ്യപ്പെട്ട പേര്? അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവന്റെ നാമം ദൈവവചനം എന്നാണ്. അവന്റെ നാമം ദൈവവചനം എന്നാണ്. ശക്തിയോടെ പറയട്ടെ, അവന്റെ നാമം ദൈവവചനം എന്നാണ്. ഉണർവോടെ പറയട്ടെ, അവന്റെ നാമം ദൈവവചനം എന്നാണ്. കർത്താവായ യേശുവിന്റെ നാമം എന്താണ്? ദൈവവചനം എന്നാണ്. അതുകൊണ്ട് ഈ വചനം എവിടെയെല്ലാം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെ പരിശുദ്ധാത്മ ജനത്തിൽ ഇറങ്ങി വരും. അവിടെ പരിശുദ്ധാത്മ ജനത്തെ സുഖപ്പെടുത്തും, ജനത്തെ മാനസാന്തരപ്പെടുത്തും, ജനത്തെ വിമോചിപ്പിക്കും, ജനത്തെ അഭിഷേകം ചെയ്യും, ജനത്തെ അനുഗ്രഹിക്കും. കാരണം അവന്റെ നാമം ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. വചനം കൊടുക്കുക. വചനത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ. എത്രയോ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, ഞാനിപ്പോഴും ഓർക്കുക, ഞാൻ മറക്കില്ല, ഒരു 4 ദിവസത്തെ ധ്യാനം, താമസിച്ചുള്ള ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. ബാംഗ്ലൂരിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്. അവന് വിശ്വാസമില്ല, അവനൊരു നിരീശ്വരവാദി പോലെയാണ്. അവൻ കഞ്ചാവിനും മയക്കുമരുന്നിനും കള്ളിനും അടിമപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. ധ്യാനത്തിന്റെ ആദ്യ 3 ദിവസങ്ങൾ ഒരു ശ്രദ്ധയുമില്ലാതെ പ്രാർത്ഥിക്കുന്നില്ല, അവൻ കർത്താവിനെ ആരാധിക്കുന്നില്ല, അവനൊന്നിലും വിശ്വാസമില്ല. വളരെ അസ്വസ്ഥനായി, വളരെ മാനസികമായി ഒത്തിരി ക്ലേശം അനുഭവിച്ചാണ് അവൻ ആ വചന ശുശ്രൂഷകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വിശ്വസ്തത വളരെ വലുതാണ്. കർത്താവിൻ്റെ വിശ്വസ്തത വളരെ വലുതാണ്. കർത്താവിൻ്റെ വിശ്വസ്തത വളരെ വലുതാണ്. കാരണം അവന് അസാധ്യമായി ഒന്നുമില്ല. മക്കളെയോർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കള് ഈ സമൂഹത്തിലുണ്ടോ? നിന്റെ കുഞ്ഞിനെയോർത്ത്, ദൈവം നിനക്ക് ദാനമായി തന്ന നിന്റെ മകനെയോർത്ത്, മകളെയോർത്ത് നൊമ്പരപ്പെടുന്ന മാതാപിതാക്കള് ഈ സമൂഹത്തിലുണ്ടോ? ഇത് നിങ്ങൾക്കുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവചനമാണ്, നിങ്ങൾക്കുള്ള ആത്മാവിന്റെ ആലോചനയാണ്, ഇത് നിങ്ങൾക്കുള്ള ദൈവത്തിന്റെ ദൂതാണ്. സഹോദരങ്ങളെ, ഒന്നും കർത്താവിന് അസാധ്യമല്ല. എത്ര കഠിന ഹൃദയത്തെയും തുറക്കുവാൻ കർത്താവിന് സാധിക്കും. എത്ര തകർന്നുപോയ അവസ്ഥകളെയും വീണ്ടും പുനരുദ്ധരിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങൾക്ക് കഴിയും. ആ കരങ്ങൾക്ക് മാത്രമേ അത് കഴിയൂ. എൻ്റെ സഹോദരങ്ങളെ, 4-ാം ദിവസം ഞാനിപ്പോൾ ഓർക്കുന്നു, ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ ചെറുപ്പക്കാരൻ്റെ മേൽ ഇറങ്ങി വന്നു. ആത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി വന്നു. ദമസ്കസ് റോട്ടിൽ വെച്ച് സാവൂളിന്റെ മേൽ ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ് ആ ചെറുപ്പക്കാരന്റെ മേൽ വ്യാപരിക്കുകയാണ്. ഇന്ന് ഇതുപോലെ ഒരു ശക്തമായ ആത്മപകർച്ച എൻ്റെ മക്കളിലേക്ക് വേണം, എൻ്റെ തലമുറകളിലേക്ക് വേണം. കർത്താവേ, എൻ്റെ കുടുംബം ആത്മപകർച്ചയാൽ നിറയപ്പെടണം. ഇതിനെ ആഗ്രഹിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ? ഈ സമൂഹത്തിൽ നിൽപ്പുണ്ടോ? നിങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കേ. നുറുങ്ങിയ ഹൃദയങ്ങളെ കർത്താവ് നിരസിക്കുകയില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ് സമീപസ്ഥനാണ്. ജീസസ്, 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 ഓ ജീസസ്, ജീസസ്. അവന്റെ നാമം രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമാണ്. അവനത്രേ നമ്മുടെ കർത്താവ്, അവനത്രേ നമ്മുടെ ഏക സത്യ ദൈവം. ഓ ജീസസ്. എൻ്റെ സഹോദരങ്ങളെ, അന്ന് രാത്രി ആരാധനയിൽ പരിശുദ്ധ കുർബാന ഇവിടെ എഴുന്നള്ളിച്ചിരിക്കുക. ആ രാത്രി ആരാധന സമയത്ത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിൻ്റെ ഒരു അസാധാരണമായ ശക്തി ഈ ചെറുപ്പക്കാരനെ മേൽ വ്യാപരിച്ചു. അവൻ അവിടെ തെറിച്ചു വീണ് വാവിട്ട് കരയുകയാണ്, വാവിട്ട് നിലവിളിക്കുകയാണ്, വാവിട്ട് കരയുകയാണ്. അത്രേ അവിടെ കണ്ടു നിൽക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ അന്ന് രാത്രിയിൽ 1 മണിയായിട്ടുണ്ടായി. ഞാൻ എൻ്റെ മുറിയിൽ കിടക്കുകയാണ്. പെട്ടെന്ന് ആ മുറിയുടെ അടുത്തൊരു കാൽപെരുമാറ്റം പോലെ കേട്ടു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അങ്ങ് അല്പം ദൂരെ ഒരു അരണ്ട വെളിച്ചത്തിൽ ഈ ചെറുപ്പക്കാരൻ എന്നെ കണ്ടു. അതാണ് ഒരു വ്യക്തി
കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. അത് ഈ ലോകത്തിന്റെ സുഖ ലോലുപത, ഈ ലോകത്തിന്റെ ഭോഗേച്ഛകൾ, ഈ ലോകത്തിന്റെ നൈമിഷികമായ സന്തോഷങ്ങൾ നമ്മൾ ആസ്വദിച്ച് നമുക്കത് കിട്ടില്ല സഹോദരങ്ങളെ. ഒരു വ്യക്തി കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ അവന്റെ ജീവിതത്തിലേക്ക്, അവന്റെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ആനന്ദമുണ്ട്. ആനന്ദമാണ് ജോയ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ആനന്ദം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആനന്ദം നിന്റെ അകത്തോട്ട് വന്നാൽ ഈ ലോകത്തിന്റെ സകല സുഖങ്ങളും നിനക്ക് വെറും എച്ചിലുകളായി, വെറും വേസ്റ്റായി നിനക്ക് അനുഭവപ്പെടും. ഈ ലോകത്തിന്റെ ഭോഗേച്ഛകൾ, ഈ ലോകത്തിന് നശ്വരമായ സുഖങ്ങള് നിനക്ക് വെറും വേസ്റ്റായി തോന്നും. അതുകൊണ്ട് സങ്കീർത്തകനായ ദാവീദ് പറഞ്ഞത്, കർത്താവേ, ഈ ലോകത്തിനെ ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ ഉണ്ടായതിലേറെ ആനന്ദം അങ്ങ് എന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഈ ആനന്ദമുള്ളവരെ കള്ളിന്റെ പുറകെ പോവില്ല. ഈ ആനന്ദമുള്ളവരെ കഞ്ചാവിന്റെ പുറകെ പോവില്ല. ഈ ആനന്ദമുള്ളവരെ അവിഹിത ബന്ധങ്ങളിലേക്ക് പോവില്ല. ഈ ആനന്ദമുള്ളവരെ വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങളിലേക്ക് പോവില്ല. അവർ കർത്താവിനും കർത്താവിന്റെ വചനത്തിനു വേണ്ടി നിലകൊള്ളും. കർത്താവിനും കർത്താവിന്റെ വചനത്തിനും. ഇത് മനസ്സിലാക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? ഈ അരണ്ട വെളിച്ചത്തിൽ ആ ചെറുപ്പക്കാരൻ എന്നെ കണ്ടു. അവൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ബ്രദർ, ഐ ആം സേവ്. ഞാൻ രക്ഷ അനുഭവിക്കുന്നു. ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടി. ഞാൻ കർത്താവിൻ്റെ രക്ഷ സ്വീകരിച്ചിരിക്കുന്നു. ഐ ആം സേവ് ബ്രദർ, ഐ ആം സേവ്. കർത്താവിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞാടിനെ പോലെ തുള്ളിച്ചാടി ആ ചെറുപ്പക്കാരൻ ഓടി വന്നെ കെട്ടിപ്പിടിക്കുകയാണ്. അവൻ പറഞ്ഞു, എൻ്റെ ബ്രദറെ, എൻ്റെ കർത്താവിനെ രക്ഷിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അവന് മാത്രം രക്ഷിക്കാൻ പറ്റൂ.